ഹായ് ഹലോ എല്ലാവരും ഉറങ്ങി കാണും. ഇന്ന് എന്താണ് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ. സോ അപ്പം ഭഗവാനെ കാണാമെന്ന് പറഞ്ഞ് ഇസ്കോൺ മന്ദിരം വരെ വന്നതാണ്. ഈ എന്തോരം തിരക്കാണ്. രാത്രി 12 മണിയായാലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ കരുതി നമ്മളെന്നും വന്ന് കാണുന്നതാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല, അവരൊക്കെ ദൂരമുള്ള ആൾക്കാരല്ലേ, അവരെല്ലാം വന്ന് കണ്ടിട്ടേച്ച് പോട്ടെ എന്ന് വിചാരിച്ചു. മാത്രമല്ല ഇവിടെ എന്താണ് 12 മണിക്ക് എങ്ങാണ്ട് ചീഫ് മിനിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും ഭയങ്കര തിരക്കും കാര്യങ്ങളും. പക്ഷേ എന്നാലും എന്തോരം തിരക്ക്. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളെ പോലെ ഒരു എന്താണ് പോയി അമ്പലം മാത്രം കണ്ട് നമുക്ക് നിൽക്കാനുള്ള അങ്ങനെ ഒരു ഒരു സംരംഭന്മാർ ഒരുക്കിയിട്ടില്ല. എന്താണെന്നറിയില്ല കേട്ടോ. ഇവർക്ക് അറിഞ്ഞിടാത്ത കൊണ്ടാണോ എന്താണെന്നറിയില്ല. എന്തായിരുന്നാലും കേരള പോലീസ് തന്നെ, അത് പറയാതിരിക്കാൻ വേണ്ടി അവരുടെ പറ്റിയ ഓരോരോ സംവിധാനങ്ങൾ. ഇപ്പം നമ്മൾ ക്യൂ നിന്ന് ഭഗവാനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പലം ഞങ്ങൾ ചുറ്റി കാണാം. അപ്പോൾ നമ്മുടെ ആറ്റുകാലെല്ലാം അങ്ങനെയല്ലേ. നമ്മൾ ആ ദേവിയെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഒരു ക്യൂവിൽ മാറി നിൽക്കും. പക്ഷേ അമ്പലത്തിലെ കാഴ്ചകളും മറ്റേ ലൈറ്റിങ്ങൊക്കെ കാണാൻ വേണ്ടി വരും. ഇതങ്ങനെയല്ല, എൻ്റയർലി അമ്പലം മൊത്തം അടച്ച് ഇതാക്കി വെച്ചിട്ട് ചുറ്റും പോലീസുകാർ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഭഗവാനെ കാണാൻ വേണ്ട ലൈറ്റിങ് കാണാനൊക്കെ വരുന്ന ആൾക്കാർക്കൊന്നും അതൊന്നും കാണാൻ പറ്റില്ല. കാരണം ക്യൂ കയറി അമ്പലത്തിൻ്റെ അടുത്ത് പോയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നേരം നിന്ന് ക്യൂ കയറി നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര സഫോക്കേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അതാണ് പറഞ്ഞത്, പല കാര്യത്തിൽ നമ്മൾ കേരള പോലീസിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇതാക്കണം എന്ന് പറയുന്ന കാര്യം അതുകൊണ്ടാണ്. അവരുടെ ഡെഡിക്കേഷൻ ഒരു രക്ഷയില്ലാത്തതാണ് ഗൈസ്. അതാണ് അവരുടെ ഒരു വിഷൻ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഉത്സവ ടൈമിലൊക്കെ അവർ ഭയങ്കര ഇതാണ്. അപ്പോൾ എനിവേ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.